ഭഗവതി, ഇത്രയും കാലം നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു തന്നത് ഈ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയായിരുന്നു മോനെ? ഞങ്ങളെ പരിചയപ്പെട്ടിട്ട് കുറെ നാളായമ്മേ. എല്ലാം തീരുമാനിച്ചിട്ട് അമ്മയോട് പറയാമെന്ന് വിചാരിച്ചു. വാസന് ജോലിക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ ആണെങ്കിൽ എപ്പോഴും സർക്കത്തില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. ആ എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി എന്നോടൊന്ന് ചിന്താതിരിക്കുന്നതല്ല നല്ലത്. അതിന് കഴിയുണ്ടമ്മേ. വാസുവിന്റെ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. എനിക്ക് വാസുവിന്റെ അച്ഛനെയും സഹോദരനെയും അങ്ങോട്ട് വിളിക്കാം. അമ്മ പറയണം, നമുക്ക് എല്ലാവരും കൂടെ അവിടെ ഒന്നിച്ച് താമസിക്കാമല്ലോ. അപ്പൊ ഈ വീടോ? ഇത് നമുക്ക് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമേ. ഈ നാട്ടിൻ പുറത്ത് ആരെങ്കിലും ഇത് വാടകയ്ക്ക് എടുക്കുവോ? എന്നാൽ ആരെങ്കിലും കാവൽ നോക്കിക്കാം, അല്ലാത്ത. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ വരും മോനെ? എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ കാസിത്തറയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി. കല്യാണക്കാരെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടത്. നമുക്കതിന് സമയം കിട്ടുന്നില്ലല്ലോ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 3 പേർ കൂടെ പോയി ആ ചടങ്ങുകൾ നടത്തി കളയാമേ. ആയാലും എനിക്ക് ഈ കല്യാണം തന്നെ വേണമല്ലേ? ഇനി ഞാനത് പറയണോ അമ്മേ? വേണ്ട മോനെ, പറയണ്ട. ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയല്ലേ. എന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പറയട്ടെ സാർ. വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി സാർ. ഹലോ. വേഗം വാ വാസന്തി. ഓക്കെ. ഇത്ര പെട്ടതോ? പറഞ്ഞു വന്നതല്ലേ. ഫോൺ വന്ന ഉടനെ ചിത്രയെ ചാർജ് ഏൽപ്പിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. വേറെ തമാശ അറിയോ? സോഡിയത്തിൽ എന്നും ഇവിടെ വന്ന് റൂം എടുത്താലും അവർ ഓരോരുത്തരും ചോദിക്കും, പോകുന്നില്ലേ 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 എന്ന്. അപ്പൊ അവരെല്ലാം നമ്മുടെ പാർട്ടിയാണല്ലേ? ആരുടെ പാർട്ടിയായാലും. അതിന് തരൂ. അങ്ങനെ പെട്ടെന്ന് തരാനുള്ളതല്ല, ഒരു സന്തോഷ വാർത്തയോടൊന്നിച്ച് സമ്മാനിക്കാനുള്ളതാണ് ഈ സാധനം. എന്താ? നമ്മുടെ വിവാഹത്തിന് എന്റെ അമ്മ സമ്മതിച്ചു. ഈശ്വര, എന്റെ പ്രാർത്ഥനയാണ്. എന്റെ ഇരിക്കട്ടെ. നമ്മുടെ വിവാഹം നിശ്ചയിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. വീട്ടിൽ വന്ന് അച്ഛനെ ഒന്ന് കാണണം. മൂപ്പർ എവിടെ നിൽക്കുന്നു? നിൽക്കുന്നത് പഴയ സ്ഥലത്ത് തന്നെ. എങ്ങനെയും പിടിച്ച് തളയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്തോ വ്യവസ്ഥകൾ? ആയിക്കോട്ടെ. ഒന്ന്, കല്യാണം കഴിഞ്ഞാലും ഇവളുടെ ഇപ്പോഴുള്ള ജോലി കളയരുത്. ജോലി കളയുന്നില്ല എന്നുള്ളത് എന്റെ കാര്യമാണ്. അത് ഏറ്റവും പറഞ്ഞല്ലോ. അതും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെറുത് മുളയ്ക്കാത്ത എന്റെ മകന്റെ കാര്യമാണ്. മോനെ രാജേഷ്, എടാ കുഞ്ഞേ. എന്താ ഇതാണോ ചെറുത് മുളയ്ക്കാത്ത മകൻ? എന്താ ഒന്ന് കാണിച്ചു തരാവോ? ഇതിനെവിടെയാ ചെറുത് മുളച്ചിരിക്കുന്നത്? ഞാൻ അറിയിച്ചില്ലടോ. ഇവരെ നിങ്ങൾ പഠിപ്പിച്ച് കളക്ടറാക്കണം. എന്തോ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തിനും ആലോചന ഇവിടെ തന്നെ വെച്ച് നിർത്താം. പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, കളക്ടറാക്കുന്ന കാര്യം ഇവനും ഏറ്റു. എന്താ വീട്ടിലെ മോനെ? ഉപകാരം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല.
മാസം തോറും ശമ്പളം കിട്ടിയാൽ ഇവരുടെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തരൂ. തന്നോ? ഓ തന്നു. അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി തിരിച്ചു തരുന്നു. സമ്മതമാണോ? സമ്മതം. എങ്കിൽ പിന്നെ കല്യാണം നടന്നോട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കല്യാണത്തില് അത് ഞാൻ ഏറ്റു. അസുഖായി. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. പഴയ കാര്യങ്ങളൊക്കെ അറിയാതെ അങ്ങനെ ഓർമ്മിച്ചു പോയി. എത്ര പെട്ടെന്ന് കാലം കടന്നു പോകുന്നത്. അതായിരുന്നോ? എന്താ നോക്കാൻ? ലീവ് എടുത്തൂടെ വാസന്തി? അയ്യോ എന്റെ കഥയായി. ലീവിന്റെ കാര്യം പറഞ്ഞ മാനേജറുടെ മുഖമൊന്ന് കാണണം. ഓ അയാളുടെ ഒരു മോഹം ചോദിക്കണം. ഞാനാണെങ്കിൽ 2 ആഴ്ച സർക്കിട്ട് കഴിഞ്ഞ് വന്നതാ. ഭാര്യയോടൊന്ന് മനസ്സ് കൊടുക്കുക സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. നീ പറയുന്നത് കേട്ടോ? ഇന്നലെ രാത്രി പിന്നെ എന്തായിരുന്നു? ഓ മനക്കേട്. ഏതായാലും ഒരു ഗുണം കിട്ടി. മക്കൾ 2ആയിട്ടും മനസ്സെപ്പോഴും. അതെ അതെ, അതിപ്പോഴും ഫസ്റ്റ് റേറ്റ് തന്നെ നിൽക്കുക. ഞാൻ ഈ മേക്കപ്പ് ചെയ്യേണ്ടി വരും. സമയം പോയി. ഈ ഒരു കാര്യത്തിന് മാത്രം എക്സ്ക്യൂസ് പറയാല്ലേ മോളെ? ഞാൻ വൈകുന്നേരം ഇങ്ങോട്ടോട് വരില്ലേ? അതൊന്ന് വൈകി കിട്ടണ്ടേ?